പക്വതയായ ആളുകളുടെ ഈ ഒരു ടീമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ UDFിൻ്റെ ഐതിഹാസികമായ തിരിച്ചുവരവിന് ആ ടീം നേതൃത്വം കൊടുക്കും. യുവനിരയുണ്ട്, എല്ലാവരും ഉണ്ട്, കാരണം എല്ലാവർക്കും അത് കേട്ടപ്പോൾ ആഹ്ലാദം ഉള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു പ്രഖ്യാപനമാണ്. അല്ല, അതൊക്കെ തെറ്റായ ധാരണകൾ. ഒരു സഭയും കോൺഗ്രസ് നേതൃത്വത്തോട് എന്നോട് സംസാരിച്ചിട്ടില്ല. ഒരാളുടെ പേരും അവരാരും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ആണ് ആലോചിച്ച് ഞങ്ങൾ നല്ല സോഷ്യൽ ബാലൻസ് കൊടുക്കുന്നതാണ്. എല്ലാ സമൂഹങ്ങളിലും കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള ആളുണ്ട്. അതുകൊണ്ടൊരു നല്ല സോഷ്യൽ ബാലൻസ് കോൺഗ്രസ് എപ്പോഴും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ അകത്തും ഒരു സോഷ്യൽ ബാലൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം പല രാഷ്ട്രീയ പാർട്ടികളെയും പോലെ അല്ലല്ലോ, കോൺഗ്രസിലെ എല്ലാ മതജാതി വിഭാഗങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു റെപ്രസെൻറ്റേഷൻ ഒക്കെ സാധാരണ വരും. ആരും അങ്ങനെ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തോന്നാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സണ്ണി ജോസഫ് കണ്ണൂരിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നു. അദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യമാണ് MLA ആയിരിക്കുന്നത്. ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനാണ്. ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിയമസഭയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്ത ഒരാൾ കൂടിയാണ്. അതിമനോഹരമായി ഞങ്ങളെല്ലാം സീറ്റിൽ പോയി അഭിനന്ദിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പ്രമുഖ അഭിഭാഷകൻ, മികച്ച പാർലമെൻറ്റേറിയൻ, മികച്ച സംഘാടകൻ എല്ലാം കണക്കാക്കിയിട്ടല്ലേ വെച്ചിരിക്കുന്നത്. അല്ലാതെ അവരുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള അവരുടെയൊക്കെ സംഭാവനകളെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് പറ്റുമോ? അത്രയും വലിയ കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. സംശയം എന്താ? വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നത് ആന്റോ ആന്റണിയുടെ പേരായിരുന്നു. പിന്നെ അതിൽ എങ്ങനെയാണ്? അല്ലാതെ നിങ്ങളല്ലേ ചർച്ച ചെയ്ത്, ഞങ്ങൾ ആരോടും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഞങ്ങളുടെ KPCC ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ പണ്ടും പറഞ്ഞു, നിലമ്പൂരത്തെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, ദേവി ഇത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് തന്നെ. നിങ്ങളൊരു ദിവസം രാവിലെ ഒരു KPCC പ്രസിഡന്റ് തീരുമാനിക്കും, ഉച്ചയ്ക്ക് പറയുക അതിൻ്റെ തൂക്കം കുറഞ്ഞെന്ന് പറയും, വേറൊരാളുടെ പേര് പറയും, പിറ്റേ ദിവസം നിങ്ങൾ വേറൊരാൾ പറയും. ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ട് അതിൻ്റെ അകത്ത്? എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക എന്താ ആന്റോ ആന്റണി വരാത്തതെന്ന്. ഞങ്ങൾ ആരെങ്കിലും, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും നിങ്ങളോട് ആരോടെങ്കിലും ഇത് ഇന്ന ആളാണ് വരാൻ പോണെന്ന് പറഞ്ഞു? ഞങ്ങൾ ആന്റോ ആന്റണി അടക്കമുള്ള ആളുകളെ പരിഗണിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളുടെ പുറത്താണ് ഒരു തീരുമാനം. ഒരു പാർട്ടിയല്ലേ, പ്രത്യേകിച്ച് മാത്രമല്ല ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പുള്ള ഒരു പാർട്ടിയാണ്. ഒരുപാട് ആളുകളുണ്ട്, നല്ല മികച്ച ആളുകൾ എന്ന് പറയുമ്പോൾ ആകാത്തവരൊക്കെ മോശക്കാരാണെന്നാണോ? അല്ലല്ലോ, പല കാരണങ്ങൾ കൊണ്ടാണ്. ചില പ്രദേശങ്ങളുടെ സോഷ്യൽ ഏരിയ ഇതെല്ലാം നോക്കിയിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം പല ബാലൻസും ഉണ്ട് പാർട്ടി. ഇപ്പം ഞാനിക്കത് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതല്ലേ പരിഗണിക്കുന്നത്. അല്ലാതെ നേരത്തെ ആരെങ്കിലും തീരുമാനിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. KPCC പ്രസിഡന്റിനെ മാത്രം മാറ്റുകയല്ല, ഒരു ടീമിനെ മൊത്തമായി അഴിച്ചു പണിത് പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ്. അല്ല, ഇനി പുതിയ സ്വാഭാവികമായിട്ട് KPCC പ്രസിഡന്റ് മാറുമ്പോൾ ആ കമ്മിറ്റി മുഴുവനായി മാറും. പുതിയ കമ്മിറ്റി വന്നു, അതിലെ വർക്കിംഗ് പ്രസിഡന്റുമാരെ വന്നു. ഇനി ജനറൽ സെക്രട്ടറിമാർ, DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ അതിപ്പോൾ തുടരണോ, കുറേ പേര് തുടരണോ, അല്ലെങ്കിൽ എല്ലാവരും തുടരണോ, കുറേ പേര് മാറണോ എന്നൊക്കെ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഞങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമാണ്. ഞങ്ങൾ കളക്റ്റീവ് ലീഡർഷിപ്പാണ്, ഞങ്ങൾ കൂട്ടായ തീരുമാനമാണ്. എല്ലാവരും പരസ്പരം ആലോചിച്ചിട്ടുണ്ട്. മാത്രമല്ല അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ പ്രമുഖരായ നേതാക്കളെ എല്ലാവരോടും കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. റോൾ ഓഫ് കെ സുധാകരൻ എന്താണ്? അല്ല, അദ്ദേഹം കേരളത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം MP ആണ്, KPCCയുടെ അധ്യക്ഷനായിരുന്ന ഒരാളാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുൻനിരയിലുണ്ടാവും. ഇപ്പോൾ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും K മുരളീധരനൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സിലില്ല. അവർ പ്രസിഡൻ്റാണോ അല്ലേ എന്നുള്ളല്ലോ. അവരെ ഞങ്ങളെല്ലാം പ്രസിഡൻ്റായിരുന്ന കാലത്ത് ആദരിച്ച പോലെയാണ് ഞങ്ങളെല്ലാവരും ആദരിക്കുന്നത്. എല്ലാ കാര്യവും അവരുമായിട്ട് കൂടിയാലോചന നടത്തും. അതുപോലെയാണ് സുധാകരേട്ടൻ വളരെ സജീവമായി അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമ്മുടെ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അത് നടത്തുകയും ചെയ്ത ആളാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ നല്ല കൂട്ടായ്മയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ പറയും ഞങ്ങൾ തമ്മിൽ പിണക്കമെന്ന് പറയും. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ട് പോലുമില്ല, ഒന്ന് വഴക്കിട്ടിട്ട് പോകുന്നില്ല. ഒരു ദേഷ്യത്തിൽ എന്നോട് അദ്ദേഹമോ ഞാൻ അദ്ദേഹത്തോടോ സംസാരിച്ചിട്ട് പോലുമില്ല. നിങ്ങൾ എത്രമാത്രം വാർത്തകളുണ്ടാക്കി. അദ്ദേഹം തന്നെ എന്നെ വിളിക്കരുത്, ഇത് വാർത്ത വന്നാണ്ടില്ലേ, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 5 മണിക്കൂർ KPCC തുടർച്ചയായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ വാർത്ത വരുന്നത്. അവരുടെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായെന്ന് പറയും. അതൊക്കെ ഞാൻ നിങ്ങളെല്ലാവരെയും അല്ല പറയുന്നത്.
നിങ്ങൾ ചിലർക്ക് കോൺഗ്രസ് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമായിരുന്നത്. നിങ്ങൾ BJPക്ക് ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായി. ആ പ്രസിഡന്റ് BJP ചേർന്നിട്ട് എത്ര വർഷമായി? നിങ്ങൾ ആരെങ്കിലും വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് വെച്ചോ? ഒരാളും വെച്ചില്ല. BJP അംഗമായിട്ട് അദ്ദേഹം എത്ര വർഷമായി? 5-6 വർഷമായിട്ടില്ല. അദ്ദേഹം എങ്ങനെയാണ് ആദ്യത്തെ 2 പ്രാവശ്യം MP ആയി വന്നത്? ഏത് പാർട്ടിയാണ് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? പിന്നെ അദ്ദേഹം ഒരു മലയാളി എന്ന നിലയിൽ കേരളത്തിൽ മലയാളിയാണെന്നുള്ള അദ്ദേഹം പറയണം, മലയാളം അറിയാം, മറ്റേ മുണ്ട് കുത്താൻ അറിയാം എന്നൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം BJPയുടെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ? ഇവിടുത്തെ കേരളത്തിൽ ഒരു ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തൊട്ട് ഒരു ജില്ലാ പ്രസിഡന്റ് വരെ ഒന്നും ആയിട്ടില്ലല്ലോ. ഒന്നും ആയിട്ടില്ല. ഇവിടെ 40, 50, 60 കൊല്ലം BJPയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ മാറ്റി നിർത്തി ഈ സംസ്ഥാനത്ത് ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും. ഞങ്ങൾക്ക് വിരോധമില്ല, അത് അവരുടെ തീരുമാനം. ഞാൻ അതിനെ പരിഹസിച്ച് പറയല്ല, ഞാൻ നിങ്ങളെയാണ് പറയണത്. നിങ്ങൾ ആരെങ്കിലും ഈ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ ദിവസം ഒരു അന്തിച്ചർച്ച വെച്ചോ? ഇല്ലല്ലോ. അതിന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ്. 3ാമത്തെ പ്രാവശ്യം MLA ആയ DCC പ്രസിഡന്റായ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗമായ സണ്ണി ജോസഫിനെ പറ്റി ചോദിക്കാമോ? ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം. അതൊക്കെ വരട്ടെ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി തീരുമാനം. നിങ്ങളിതൊക്കെ താങ്കൾ മുന്നോട്ട് വെച്ചൊരു അതൊക്കെ പാർട്ടി ആലോചിച്ച് ചെയ്യും, ഞാനല്ല ചർച്ച ചെയ്യുന്നത്. അതിന് പാർട്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കമ്മിറ്റി അത് പാർട്ടിക്ക് നിർദ്ദേശം നൽകുന്നതനുസരിച്ച് താങ്കൾ മുന്നോട്ട് വെച്ചൊരു 63 പ്ലാൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ എത്രത്തോളം സഹായിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ഈ മാറ്റം? അത് അങ്ങനെ 63 പ്ലാനൊന്നും അല്ല ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ UDFൻ്റെ ചെയർമാൻ കൂടിയാണ്. UDFനും കോൺഗ്രസിനും അടുത്ത തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിലധികം നേടി അധികാരത്തിലേക്ക് വരാനുള്ള ഒരു പ്ലാൻ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ എല്ലാവരും കൂടിയാണ്, കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് ഞാനത് ഏകോപിപ്പിക്കും. KPCC പ്രസിഡന്റും ഞാനും ചേർന്നത് ഏകോപിപ്പിക്കും. ബാക്കിയുള്ള ഘടകകക്ഷി നേതാക്കളുണ്ട്. അതോടൊപ്പം കോൺഗ്രസ്സിലെ വളരെ പരിണത